കാളിയൂട്ട്, ചരിത്രവും ഐതിഹ്യവും ഇഴചേരുന്ന ശാർക്കരയിലെ മഹാവിസ്മയം. നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിൽ, അനുഷ്ഠാന കലകൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും എന്നും സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഇന്ന് നാം യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിലുള്ള ശാർക്കര ഗ്രാമത്തിലേക്കാണ്. അവിടുത്തെ പ്രസിദ്ധമായ ശാർക്കര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന അതിഗംഭീരമായ കാളിയൂട്ട് അഥവാ കാളിനാടകത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഹൈന്ദവ പുരാണങ്ങളിലെ ദാരികൻ എന്ന അസുരനും ഭദ്രകാളിയും തമ്മിലുള്ള അതിഘോരമായ യുദ്ധത്തിന്റെ നാടകീയമായ ആവിഷ്കാരമാണ് കാളിയൂട്ട്. എന്നാൽ കേവലമൊരു യുദ്ധസ്മരണ മാത്രമല്ല ഇത്. പ്രാചീന കേരളത്തിന്റെ കാർഷിക സംസ്കാരവും സാമൂഹിക ഘടനയും നാട്ടുരാജ്യങ്ങളുടെ ചരിത്രവുമെല്ലാം ഇതിൽ ഇഴചേർന്ന് കിടക്കുന്നു. ശാർക്കര എന്ന പേര് വന്നതിനു പിന്നിൽ വളരെ രസകരമായൊരു ഐതിഹ്യമുണ്ട്. പണ്ട് ആലുവ, അമ്പലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ശർക്കര വ്യാപാരത്തിന് വന്ന ഒരു സംഘം ചിറയിൻകീഴിൽ വിശ്രമിച്ചു. പിറ്റേന്ന് അതിലൊരു ശർക്കര പാത്രം ഭൂമിയിൽ നിന്ന് ഇളക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ബലപ്രയോഗത്തിൽ പാത്രം പൊട്ടി ശർക്കര ഒഴുകുകയും അവിടെ ഒരു വിഗ്രഹം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതുവഴി വന്ന പ്രശസ്ത കൃഷ്ണഭക്തനായ വില്വമംഗലത്ത് സ്വാമിയാർ ആ കുടത്തിൽ സാക്ഷാൽ ഭദ്രകാളിയുടെ ഉഗ്രചൈതന്യം കുടികൊള്ളുന്നതായി തിരിച്ചറിഞ്ഞു. ശർക്കരക്കുടത്തിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ ദേവി ശാർക്കര ദേവിയായി. ഇന്നും ആ നാട്ടുകാർക്ക് ദേവി സ്നേഹമയ്യായ ശാർക്കര പൊന്നമ്മച്ചിയാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. കാളിയൂട്ടിന് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കായംകുളം രാജാവിനെതിരെയുള്ള യുദ്ധങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ട മാർത്താണ്ഡവർമ്മ ഒരുനാൾ ശാർക്കര ക്ഷേത്ര മൈതാനത്ത് വെച്ച് യുദ്ധവിജയത്തിനായി ദേവിയോട് പ്രാർത്ഥിച്ചു. വിജയിച്ചാൽ കാളിയൂട്ട് വഴിപാടായി നടത്താമെന്ന് അദ്ദേഹം നേർച്ചയിട്ടു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം നേടിയ അദ്ദേഹം 1748 ശാർക്കരയിൽ ആദ്യത്തെ കാളിയൂട്ട് വിപുലമായി നടത്തി. കുംഭമാസത്തിലെ ഒരു വെള്ളിയാഴ്ച ആരംഭിച്ച ആ പതിവ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. കുംഭമാസത്തിൽ നടക്കുന്ന ഈ കാളിയൂട്ട് യഥാർത്ഥത്തിൽ ഒരു വിളവെടുപ്പുത്സവം കൂടിയാണ്. മകരക്കൊയ്ത്ത് കഴിഞ്ഞുള്ള സമയത്ത് നാടിന്റെ രക്ഷകയായ ലോകമാതാവിന് തങ്ങളുടെ ആദ്യ വിളവ് കൃതജ്ഞതയോടെ അർപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ മറികടക്കാനും കാളിയൂട്ട് അക്കാലത്ത് വേദിയായിട്ടുണ്ട്. 7-ാം ദിവസം ഭദ്രകാളി ഒരു പുലയപ്പെൺകുട്ടിയുടെ വേഷത്തിൽ വരുന്ന സങ്കല്പം ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ കാളീനാടകത്തിൽ പൊന്നറ കുടുംബം പാടുന്ന അസഭ്യവാക്കുകളടങ്ങിയ തെറിപ്പാട്ടുകൾക്ക് പിന്നിലും വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ദേവിയുടെ ഉഗ്രകോപം കുറയ്ക്കാനും അന്നത്തെ നാടുവാഴികളുടെ കാപട്യങ്ങളെയും അടിച്ചമർത്തലുകളെയും സാധാരണക്കാർക്ക് ഭയമില്ലാതെ തുറന്നെതിർക്കാനുമുള്ള ഒരു വലിയ വേദിയായിരുന്നു അത്. 8 മുതൽ 9 ദിവസം വരെ നീളുന്ന ഈ ദൃശ്യശ്രാവ്യ വിസ്മയത്തിന് 48 ദിവസത്തെ കഠിന വ്രതശുദ്ധിയോടെയാണ് പൊന്നറ കുടുംബം നേതൃത്വം നൽകുന്നത്. കാളിയൂട്ടിന്റെ 8-ാം ദിവസമാകുമ്പോഴേക്കും ചടങ്ങുകൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടക്കും. ദേവി ദാരികനെ അന്വേഷിച്ച് അലയുന്ന മുടിയൊഴിച്ചിൽ ഭക്തർക്ക് ദേവിയുടെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുന്ന പുണ്യമുഹൂർത്തമാണ്. തുടർന്ന് അന്തരീക്ഷത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിന്റെ ആവിഷ്കാരമായ പറണേറ്റ് നടക്കുന്നു. 70 അടിയോളം ഉയരമുള്ള തെങ്ങിൻ തടികളിൽ നിർമ്മിച്ച ദേവിയുടെ പറണും അതിൽ നിന്ന് 100 അടി മാറി കവുങ്ങിൻ തടിയിൽ ദാരികന്റെ പറണും ഒരുക്കുന്നു. ഈ ആകാശയുദ്ധത്തിൽ ദാരികനെ കീഴടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നിർണായകമായ യുദ്ധം ഭൂമിയിലേക്ക് മാറ്റുന്നത്. 9-ാം ദിവസമാണ് കാളിയൂട്ടിന്റെ പരിസമാപ്തി കുറിക്കുന്ന അതിഗംഭീരമായ നിലത്തിൽ പോര്. ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി അത്യന്തം രൗദ്രരൂപിയായ ഭദ്രകാളിയും അഹങ്കാരിയായ ദാരികനും തമ്മിൽ വിശാലമായ മൈതാനത്ത് വെച്ച് അന്തിമ പോരാട്ടം നടക്കുന്നു. ഏഴു ഘട്ടങ്ങളിലായി നടക്കുന്ന യുദ്ധത്തിനൊടുവിൽ പ്രതീകാത്മകമായി ഒരു കുലവാഴയും കുമ്പളങ്ങയും വെട്ടിമുറിച്ച് ദേവി ദാരിക നിഗ്രഹം നിർവഹിക്കുന്നു. നന്മയുടെ ആ മഹത്തായ വിജയത്തിൽ ആർപ്പുവിളികളും വാദ്യഘോഷങ്ങളും അവിടെ മുഴങ്ങും. യുദ്ധശേഷം ഉഗ്രകോപിനിയായ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ മുടിത്താളം നടക്കുന്നു.
അതിനുശേഷമാണ് കാളിയൂട്ടിന്റെ ഏറ്റവും മനോഹരമായ കാർഷിക ചടങ്ങായ വിത്തുവിതറൽ അരങ്ങേറുന്നത്. കോപം ശമിച്ച ദേവി ഭക്തർക്കു നേരെ അനുഗ്രഹവർഷമായി നെന്മണികളെറിയും. ഈ വിത്തുകൾ ശേഖരിച്ച് വീടുകളിൽ സൂക്ഷിക്കുന്നത് സർവ്വ ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസം. തിന്മയുടെ അന്ത്യവും പുതിയൊരു കാർഷിക സമൃദ്ധിയുടെയും നന്മയുടെയും ജീവന്റെയും വിത്തുകൾ പാകിക്കൊണ്ട് അങ്ങനെ 9 ദിവസം നീണ്ടുനിൽക്കുന്ന ശാർക്കര കാളിയൂട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിക്കുന്നു.